ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത് ബേസിക് യൂണിറ്റ് ഓപ്പറേഷൻസ് ഇൻ ഫുഡ് പ്രോസസ്സിങ്ങിലെ മെംബ്രെയിൻ സെപ്പറേഷൻ എന്ന് പറയുന്ന ഒരു പാർട്ടാണ്. ഓക്കെ, ഈ മെംബ്രെയിൻ സെപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? നമുക്കറിയാം, നമ്മൾ നേരത്തെ ഫിൽട്രേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഫിൽട്രേഷനകത്ത് വരുന്ന കാര്യങ്ങൾ തന്നെയാണ്, അത് ഫിൽട്രേഷൻ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ മെംബ്രെയിൻ സെപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു മെംബ്രെയിൻ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു മെംബ്രെയിനിലൂടെ നമ്മൾ രണ്ട് കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യും. അതാണ് ഈ ഒരു മെംബ്രെയിൻ സെപ്പറേഷൻ എന്ന് പറയുന്ന ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമേ മെംബ്രെയിൻ എന്താന്ന് നോക്കാം. മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ ഒരു തിന്നായിട്ടുള്ള സെലക്റ്റീവ് ബാരിയർ ആയിരിക്കും, അല്ലെ? രണ്ട് ഫേസിന് ഇടയ്ക്കുള്ള തിന്നായിട്ടുള്ള ഒരു സെലക്റ്റീവ് ബാരിയർ ആയിരിക്കും. അപ്പം ഇവിടെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റുന്നതാണ്, ഇതാണ് നമ്മുടെ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇത് ഫീഡാണ്. ഓക്കെ, ഈ ഫീഡിൽ എന്തുണ്ട്? കുറച്ച് ഗ്രീൻ കളർ മോളിക്യൂൾസിനെ കാണാം, കുറച്ച് ബ്ലൂ കളർ മോളിക്യൂൾസിനെ കാണാം. അപ്പൊ ഇത്രയും സംഭവങ്ങളാണ്. അപ്പൊ ഇവിടെ ഒരു ഫേസ് ഉണ്ട്, ഇവിടെ ഒരു ഫേസ് ഉണ്ട്. ഇത് നമ്മുടെ ഫീഡ് കൊടുക്കുന്ന ഫേസും ഇവിടെ നമുക്ക് വേണ്ട കാര്യം ഫിൽട്ടർ ചെയ്തു വരുന്ന ഫേസുമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ഈ ഒരു മെംബ്രെയിൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു സെലക്റ്റീവ്ലി പെർമിബിൾ മെംബ്രെയിൻ ആണ്. എന്തുകൊണ്ടാണ് സെലക്റ്റീവ്ലി പെർമിബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത്? ഇത് ഈ ബ്ലൂ മോളിക്യൂൾസ് മാത്രമേ ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യൂ. അതിനേക്കാളും കുറച്ച് ബിഗർ ആണ്. നമ്മൾ നോക്കുമ്പോൾ കാണാം, നമ്മുടെ ഗ്രീൻ മോളിക്യൂൾസ് അത് ഇതിലേക്കുള്ള പാസ് ചെയ്ത് പോകില്ല. അപ്പൊ നമുക്ക് ബ്ലൂ മോളിക്യൂൾസ് മാത്രമാണ് നമുക്ക് പാസ് ചെയ്ത് കിട്ടേണ്ടത്. അങ്ങനെ പാസ് ചെയ്ത് നമുക്ക് ഫിൽട്ടർ ചെയ്ത് കിട്ടുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ പെർമിയേറ്റ് എന്നും പറയും. ഇവിടെ നമുക്ക് റിമൈനിങ് ആയിട്ടുള്ള ഗ്രീൻ മോളിക്യൂൾസിനെ നമ്മൾ എന്ത് പറയും? റീറ്റൻഡേറ്റ് എന്ന് പറയും. അതായത് റീറ്റെയിൻ ചെയ്യുന്നത് റീറ്റൻഡേറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ മെംബ്രെയിൻ ഈസ് എ thin selective barrier placed between two phases, okay, that permit selective passage of specific species. അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സെലക്റ്റീവ്ലി ആരെയാണ് പാസ് ചെയ്യുന്നത്? ഈ ബ്ലൂ മോളിക്യൂൾസിനെയാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, വൈൽ റീറ്റെയിനിങ് അതേഴ്സ്, ആരെ? നമ്മുടെ ഗ്രീൻ മോളിക്യൂളിനെ ഇവിടെ റീറ്റെയിൻ ചെയ്യുന്നു. ഡ്രിവൻ ബൈ ഫോഴ്സസ് സച്ച് ആസ് പ്രഷർ ഓർ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. അപ്പം ഇവിടെ ആ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് വെച്ചാൽ ഐദർ പ്രഷർ ആകാം അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. അപ്പൊ പ്രഷർ ബേസ് ചെയ്തിട്ട് മെംബ്രെയിൻ സെപ്പറേഷൻ വരുന്ന കുറച്ച് ടൈപ്പ് ഓഫ് സെപ്പറേഷൻസ് ഉണ്ട്. കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ബേസ് ചെയ്തിട്ടുള്ള സെപ്പറേഷൻ വരുന്ന കുറെ ടൈപ്സ് ഓഫ് മെംബ്രെയിൻ സെപ്പറേഷൻ ഉണ്ട്. അപ്പൊ അത് നമ്മൾ ഇൻ ഡീറ്റെയിൽ നോക്കും. ഓക്കെ, അപ്പം ഇങ്ങനെ യൂസ് ചെയ്യുന്ന മെംബ്രെയിൻസ് യൂസ്ഡ് ഫോർ സെപ്പറേഷൻ ആർ കോൾഡ് സെമി പെർമിബിൾ മെംബ്രെയിൻസ് എന്ന് പറയും. ഓക്കെ, കാര്യം എന്താണ്? സെമി പെർമിബിൾ ആണ്, അല്ലെ? കംപ്ലീറ്റ്ലി പെർമിബിൾ അല്ല, സെമി പെർമിബിൾ ആണ്. കുറച്ച് സാധനത്തിനെ മാത്രം അത് പാസ് ചെയ്യും, കുറച്ച് എണ്ണത്തിനെ പാസ് ചെയ്ത് വിടില്ല. ഓക്കെ, ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് മെംബ്രെയിൻ സെപ്പറേഷൻ പ്രോസസ്സസ്. അപ്പൊ അത് ഡ്രൈവിംഗ് ഫോഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് ഏതാണ്? പ്രഷർ ഡ്രിവൺ ഫോഴ്സസ് ആണ്. ഇത് നമ്മൾ ഫിൽട്രേഷനിൽ പഠിച്ച പ്രോസസ്സുകളാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പ്രഷർ ഡ്രിവൺ പ്രോസസ്സിൽ ഏതൊക്കെ വരുന്നുണ്ട്? റിവേഴ്സ് ഓസ്മോസിസ് വരുന്നുണ്ട്, നാനോ ഫിൽട്രേഷൻ വരുന്നുണ്ട്, അൾട്രാ ഫിൽട്രേഷൻ വരുന്നുണ്ട്, മൈക്രോ ഫിൽട്രേഷൻ വരുന്നുണ്ട്. ഈ മൈക്രോ ഫിൽട്രേഷൻ ആയാലും അൾട്രാ ഫിൽട്രേഷൻ ആയാലും നാനോ ഫിൽട്രേഷൻ ആയാലും റിവേഴ്സ് ഓസ്മോസിസ് ആയാലും നമ്മൾ ഇൻ ഡീറ്റെയിൽ പഠിച്ചതാണ്. ഫിൽട്രേഷൻ എന്ന് പഠിച്ചതാണ്. ഓക്കെ, ഇവിടെ മൈക്രോ ഫിൽട്രേഷൻ എത്രയാണ് നമ്മൾ പറഞ്ഞിരുന്നു? അതായത് വളരെ ചെറിയ മൈക്രോ അല്ലെങ്കിൽ പോറസ് സൈസ് ഉള്ളതായിരിക്കും, അല്ലെ? ഫിൽട്രേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന. അവിടെ നമ്മൾ 100 PSI പ്രഷർ ഒക്കെ കൊടുക്കുന്നതാണ്. അപ്പൊ അതായത് അതൊരു പ്രഷർ ഡ്രിവൺ ഫോഴ്സ് ആണ്. ഓക്കെ, പ്രോസസ് ആണ്. ഇനി അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ കുറച്ചും കൂടെ ചെറിയ ഫോർ സൈസ് ഉള്ളതായിരിക്കും. അവിടെ കൊടുക്കുന്ന പ്രഷർ കുറച്ചുകൊണ്ടല്ലേ, നമ്മൾ 150 PSI ഒക്കെയാണ് പറഞ്ഞത്. അത്രയും കുറച്ചുകൂടെ കൂടുതൽ ഇത് കൊടുക്കുമെന്ന് പറഞ്ഞു. അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? നമ്മൾ പ്രധാനമായിട്ടും ഇപ്പം ഈവൻ ബാക്ടീരിയ പോലത്തെ അല്ലെങ്കിൽ സ്പോർ പോലത്തെ അത്രയും ഇതിനെ വരെ ഫിൽട്ടർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് അൾട്രാ ഫിൽട്രേഷൻ. നാനോ ഫിൽട്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിലും ചെറിയ നാനോ സൈസ് ആണ്, 1 to 10 നാനോമീറ്റർ മാത്രമേ ഉള്ളൂ ഫോർ സൈസ് എന്ന് പറഞ്ഞ്. അപ്പൊ അങ്ങനത്തെ നാനോ ഫിൽട്രേഷൻ അവിടെ നമ്മൾ 450 സംതിങ് PSI ഒക്കെ പ്രഷർ കൊടുക്കുന്നതെന്നൊക്കെ പറയും. ഓക്കെ, ഇനി റിവേഴ്സ് ഓസ്മോസിസ് നമ്മൾ പഠിച്ചാണ്. ഓസ്മോസിസ് നോർമലി എങ്ങനെ നടക്കുന്നു അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. അതായത് ഓസ്മോട്ടിക് പ്രഷറിന്റെ ബേസിൽ എന്താണ്? ഒരു നാച്ചുറൽ ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് നടക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രഷർ അപ്ലൈ ചെയ്ത്, അതായത് ഓസ്മോട്ടിക് പ്രഷറിനെ ഓവർകം ചെയ്യുന്ന രീതിയിലുള്ള പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു ഫ്ലോ എന്ത് ചെയ്യുന്നു? തിരിച്ചു നടക്കുന്നു, റിവേഴ്സ് നടക്കും. അതാണ് ഓസ്മോസിസ് അല്ലെങ്കിൽ റിവേഴ്സ് ഓസ്മോസിസ് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്രയും എന്താണ്? പ്രഷർ ഡ്രിവൺ പ്രോസസ്സുകളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഡ്രിവൺ പ്രോസസ്സുകൾ ഏതൊക്കെയാണ്? ഡയാലിസിസ് ഉണ്ട്,
ഇലക്ട്രോ ഡയാലിസിസ് ഉണ്ട്, മെംബ്രെയിൻ എക്സ്ട്രാക്ഷൻ ഉണ്ട്, പെർ വേപ്പറേഷൻ ഉണ്ട്. ഓക്കെ, നമുക്കിത് ഓരോന്നും നമുക്ക് നോക്കുന്നതായിരിക്കും. അപ്പൊ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിലാണ് ഡയാലിസിസ്, ഇലക്ട്രോ ഡയാലിസിസ്, പെർ വേപ്പറേഷൻ, മെംബ്രെയിൻ എക്സ്ട്രാക്ഷൻ ഇത്രയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് മെംബ്രെയിൻ സെപ്പറേഷൻ നോക്കാം. ഒന്ന്, നമുക്കറിയാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ് അല്ലെ. ഒരു മെംബ്രെയിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സെപ്പറേഷൻ പോസിബിൾ ആയിരിക്കും. അതിനകത്ത് കുറച്ച് പാർട്ടിക്കിൾസ് മാത്രം അത് പെർമിയത്തിലേക്ക് പോയി നമുക്ക് ആവശ്യമില്ലാത്തതിനെ റീറ്റൻഡേറ്റിലൂടെ നമുക്ക് റിമൂവ് ചെയ്യാനും പറ്റും. ഓക്കെ, മോഡറേറ്റ് ടെമ്പറേച്ചർ അല്ലെ, ചെറിയ മോഡറേറ്റ് ടെമ്പറേച്ചറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ഹീറ്റ് ചെന്ന് കഴിഞ്ഞാൽ ഡാമേജ് സംഭവിക്കാനുള്ള ഈ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാവുന്ന ടൈപ്സ് ഓഫ് മെറ്റീരിയൽസിന് നമുക്ക് മെംബ്രെയിൻ സെപ്പറേഷനിലൂടെ തിരിക്കാൻ പറ്റും. അപ്പം ഹീറ്റ് സെൻസിറ്റീവ് മെറ്റീരിയൽസിന് സ്യൂട്ടബിൾ ആണ്. മൂന്നാമത് പറയുന്നത് എന്താണ്? നോ ഫേസ് ചേഞ്ച് അല്ലെ. നമ്മളിപ്പം ഒരു ലിക്വിഡ് ഫേസിലാണെന്നുണ്ടെങ്കിൽ അത് പെർമേറ്റ് ആയിട്ട് മാറുന്നത് എങ്ങനെയാണ്? ലിക്വിഡ് ഫേസിൽ തന്നെയാണ് പെർമേറ്റ് ആയിട്ട് മാറുന്നത്. ഇതിന്റെ എക്സെപ്ഷൻ പറയുന്നത് പെർ വേപ്പറേഷനിലാണ്. പെർ വേപ്പറേഷൻ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇങ്ങനെ കൺവേർട്ട് ആവുന്നതിന് അവിടെ വേപ്പറൈസേഷൻ കൂടി നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു പെർമിയേഷൻ നടക്കുന്നുണ്ട്, പിന്നീട് വേപ്പറൈസേഷൻ നടക്കുന്നുണ്ട്. അതായത് ഒരു ഫേസ് ചേഞ്ച്, ലിക്വിഡ് എന്നുള്ളത് ഗേഷ്യസ് ഫേസിലേക്ക് അവിടെ ഒരു ചേഞ്ച് നടക്കുന്നുണ്ട്. അത് ഏതിന്റെ കേസിൽ മാത്രമാണ്? പെർ വേപ്പറേഷൻ എന്ന് പറയുന്ന മെംബ്രെയിൻ സെപ്പറേഷന് മാത്രമാണ്. അതർവൈസ് ബാക്കി എല്ലാ മെംബ്രെയിൻ സെപ്പറേഷൻ പ്രോസസ്സിലും ഇതെങ്ങനെയാണ്? ഫേസ് ചേഞ്ചിനകത്ത് ഡിഫറൻസ് ഇല്ലാതെയാണ് നടക്കുന്നത്. ഓക്കെ, ഇനി കോമൺ പ്രിൻസിപ്പിൾ അക്രോസ് പ്രോസസ്, എല്ലാ പ്രോസസ്സിലും സെയിം പ്രിൻസിപ്പിളിന്റെ ബേസിൽ തന്നെയാണ് ഇതിന്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജ് എന്താണ്? മെംബ്രെയിൻ ഫൗളിംഗ് ആൻഡ് ഫ്ലക്സ് ഡിക്ലൈൻ. എന്താണ് മെംബ്രെയിൻ ഫൗളിംഗ്? നമ്മൾ ഫിൽട്രേഷൻ പഠിച്ച സമയത്ത് കേക്ക് ഫോർമേഷൻ എന്ന് പറഞ്ഞില്ലേ? അതായത് എന്താണ്? ഈ ഡെപ്പോസിറ്റ്സ് അടിഞ്ഞു കൂടിയിട്ട് ഒരു കട്ടിയുള്ള ലെയർ പോലെ ഫോം ചെയ്യും അല്ലെ. അതാണ് ആ ഒരു കേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മെംബ്രെയിൻസിനെ ഈ കേക്കിംഗ് വന്ന് അടയില്ലേ? അങ്ങനെ അടയുന്ന സമയത്ത് മെംബ്രെയിൻസിനകത്തൂടെ പ്രോപ്പറായിട്ട് നമുക്ക് വേണ്ട പെർമേറ്റ് താഴേക്ക് പോകാണ്ട് വരും. അപ്പൊ അങ്ങനെ മെംബ്രെയിൻസിനെ കവർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെംബ്രെയിൻ ഫൗളിംഗ് എന്ന് പറയുന്നത്. ഈ താഴേക്ക് കളക്ട് ചെയ്യുന്ന സാധനത്തിന് നമ്മൾ ഫ്ലക്സ് എന്ന് പറയും. ആ ഫ്ലക്സിന്റെ അക്യൂമുലേഷനിൽ എന്ത് ചെയ്യും? ഒരു കുറവ് വരും. അതാണ് ഫ്ലക്സ് ഡിക്ലൈൻ എന്ന് പറയുന്നത്. അപ്പം ഡിസഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ എന്താണ്? മെംബ്രെയിൻ ഫൗളിംഗ് ഉണ്ടായിരിക്കും, ഫ്ലക്സ് ഡിക്ലൈൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ലിമിറ്റഡ് കെമിക്കൽ റെസിസ്റ്റൻസ്, അതായത് ഈ പറഞ്ഞ കണക്ക് നല്ലൊരു മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ അത് മെക്കാനിക്കൽ റെസിസ്റ്റൻസും ഉണ്ടായിരിക്കണം, കെമിക്കൽ റെസിസ്റ്റൻസും ഉണ്ടായിരിക്കണം. എന്താണ് കെമിക്കൽ റെസിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? അതായത് ഇതിനകത്തൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പാസ് ചെയ്യുന്ന പല ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ആയിരിക്കും, പലതിനും പല ടൈപ്പ് ഓഫ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. അപ്പം ഇതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അല്ലെങ്കിൽ എന്താണ്? ആ കെമിക്കലി ഈ പറഞ്ഞ ഈ കെമിക്കൽസുമായിട്ട് റിയാക്ട് ചെയ്യാൻ പാടില്ല, കെമിക്കലി സ്റ്റേബിൾ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ലിമിറ്റഡ് കെമിക്കൽ റെസിസ്റ്റൻസ് ആണ് അത്. എസ്പെഷ്യലി പറയുന്നത് ടൈപ്പ് ഓഫ് പോളിമറിക് മെംബ്രെയിൻസ്, അതായത് മെംബ്രെയിൻസിനകത്ത് വരുന്ന ടൈപ്പ് ആണ് പോളിമറിക് മെംബ്രെയിൻ. ഇങ്ങനത്തെ മെംബ്രെയിൻസിന്റെ കേസിൽ വരുമ്പോഴത്തേക്ക് എന്താണ്? കെമിക്കൽ റെസിസ്റ്റൻസ് കുറവായിരിക്കും. ഇനി ലിമിറ്റഡ് സെപ്പറേഷൻ എഫിഷ്യൻസി ഫോർ കോംപ്ലക്സ് മിക്സ്ചേഴ്സ് അല്ലെ. നമുക്കിപ്പോ ഒരു മിക്സ്ചർ, ആ മിക്സ്ചറിനകത്ത് ഒരുപാട് കമ്പോണൻസ് ഉണ്ടെങ്കിൽ എല്ലാത്തിനും നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ ലിമിറ്റഡ് സെപ്പറേഷൻ എഫിഷ്യൻസി ഉണ്ടായിരിക്കും. അത് ഏതിന്റെ കേസിൽ? കോംപ്ലക്സ് മിക്സ്ചേഴ്സിന്റെ കേസിൽ. അപ്പം ഇത്രയുമാണ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. മെംബ്രെയിൻ ഫൗളിംഗ് ആൻഡ് ഫ്ലക്സ് ഡിക്ലൈൻ ഉണ്ട്, ലിമിറ്റഡ് കെമിക്കൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എസ്പെഷ്യലി പോളിമറിക് മെംബ്രെയിന്റെ കേസിൽ ലിമിറ്റഡ് സെപ്പറേഷൻ എഫിഷ്യൻസി ഫോർ കോംപ്ലക്സ് മിക്സ്ചേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഡിസൈഡ് പ്രോപ്പർട്ടീസ് ഓഫ് മെംബ്രെയിൻസ്. മെംബ്രെയിൻസിന്റെ ഡിസൈഡ് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഗുഡ് പെർമിയബിലിറ്റി ആൻഡ് ഹൈ സെലക്ടിവിറ്റി ഉണ്ട്. രണ്ട്, കെമിക്കൽ ആൻഡ് മെക്കാനിക്കൽ സ്റ്റെബിലിറ്റി. അപ്പം ഗുഡ് പെർമിയബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഇതിനകത്തൂടെ പാസ് ചെയ്ത് പോകുന്നു അല്ലെ. അപ്പൊ ഒരു മെംബ്രെയിന്റെ ഡിസൈഡ് പ്രോപ്പർട്ടീസ് അല്ലെ, നല്ലൊരു മെംബ്രെയിൻ ആവുമ്പം എന്തൊക്കെ പ്രോപ്പർട്ടീസ് വേണം എന്നാണ് പറയുന്നത്. ഒന്ന്, അതിന് നല്ല പെർമിയബിലിറ്റി ഉണ്ടായിരിക്കും അല്ലെ. അതിനകത്തൂടെ പാസ് ചെയ്യുന്ന സാധനങ്ങൾ പാസ് ചെയ്ത് താഴേക്ക് പോകണം, അല്ലെങ്കിൽ വേറെ കളക്ട് ചെയ്യുന്നിടത്തേക്ക് പോകണം. അപ്പൊ പെർമിയബിലിറ്റി ഉണ്ടായിരിക്കണം. ഹൈ സെലക്ടിവിറ്റി അല്ലെ, നമുക്ക് വേണ്ട സാധനങ്ങളെ മാത്രം അത് പെർമിയേറ്റ് ചെയ്യാനും വേണ്ടാത്തതിനെ റീറ്റെയിൻ ചെയ്യാനും പറ്റണം. അപ്പം ഹൈ സെലക്ടിവിറ്റി ഉണ്ടായിരിക്കണം. ഇനി കെമിക്കൽ ആൻഡ് മെക്കാനിക്കൽ സ്റ്റെബിലിറ്റി അല്ലെ. കെമിക്കൽ സ്റ്റെബിലിറ്റി നമ്മൾ പറഞ്ഞെന്താണ്? ഇതിനകത്ത് പാസ് ചെയ്ത് പോകുന്ന കെമിക്കൽ സബ്സ്റ്റൻസുമായിട്ട് റിയാക്ട് ചെയ്യാനായിട്ട് പാടില്ല. അത് ഏതിന്റെ കേസിൽ ലിമിറ്റഡ് ആണെന്ന് പറഞ്ഞു? പോളിമറിക് മെംബ്രെയിന്റെ കേസിൽ ലിമിറ്റഡ് ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പം
കെമിക്കൽ ആൻഡ് മെക്കാനിക്കൽ സ്റ്റെബിലിറ്റി ആണ്. മെക്കാനിക്കൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനകത്തൂടെ പാസ് ചെയ്ത് പോകുന്ന മെക്കാനിക്കലി ഇതിനെ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ. ഇനി ഫൗളിംഗ് റെസിസ്റ്റൻസ്. ഫൗളിംഗ് റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഈ വരുന്ന റീറ്റൻഡേറ്റ് മെംബ്രെയിൻസിൽ അടിഞ്ഞു കൂടിയിട്ട് അതിനെ ബ്ലോക്ക് ചെയ്യുന്ന, അല്ലെ, അതാണ് ഫൗളിംഗ് എന്ന് പറയുന്നത്. ആ ഫൗളിങ്ങിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് മെംബ്രെയിൻസ് ആയിരിക്കണം. ഓക്കെ. ഇനി നാലാമത്തെയാണ് കമ്പാറ്റബിലിറ്റി ഫോർ മോഡ്യൂൾ ഫാബ്രിക്കേഷൻ, അല്ലെ, നമ്മൾ യൂസ് ചെയ്യുന്ന ഫാബ്രിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു മോഡ്യൂൾ ഫാബ്രിക്കേഷന് കമ്പാറ്റബിൾ ആയിട്ടുള്ള മെംബ്രെയിൻസ് ആയിരിക്കണം. അതായത് നമുക്ക് പല ടൈപ്പ് ഓഫ് വർക്കിംഗ് മോഡ്യൂൾസ് ഉണ്ട്. അപ്പൊ ആ മോഡ്യൂൾസിനകത്തെല്ലാം നമുക്ക് എന്താ യൂസ് ചെയ്യാൻ പറ്റുന്ന മെംബ്രെയിൻസ് ആയിരിക്കണം, കമ്പാറ്റബിൾ ആയിരിക്കണം. അടുത്തത് തിൻ ഫിലിം കാസ്റ്റബിലിറ്റി, അല്ലെ, നമുക്ക് മെംബ്രെയിൻസ് ഈ പറഞ്ഞൊക്കെ പല തിക്നെസ്സിൽ വേണ്ടില്ല. അപ്പം അത് എത്രത്തോളം തിന്നായിട്ട് നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ അതിനും പറ്റണം. അങ്ങനത്തെ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം ആ ഒരു നല്ല മെംബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പം ഡിസൈഡ് പ്രോപ്പർട്ടീസ് ഓഫ് മെംബ്രെയിൻ ഏതൊക്കെ വരുന്നുണ്ട്? ഗുഡ് പെർമിയബിലിറ്റി ആൻഡ് ഹൈ സെലക്ടിവിറ്റി, കെമിക്കൽ ആൻഡ് മെക്കാനിക്കൽ സ്റ്റെബിലിറ്റി, ഫൗളിംഗ് റെസിസ്റ്റൻസ്, കമ്പാറ്റബിലിറ്റി ഫോർ മോഡ്യൂൾ ഫാബ്രിക്കേഷൻ, തിൻ ഫിലിം കാസ്റ്റബിലിറ്റി. ഓക്കെ. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് മെംബ്രെയിൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് ടൈപ്പ് ആണ് പറയുന്നത് പോളിമെറിക് മെംബ്രെയിൻ. പോളിമെറിക് മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് തന്നെ രണ്ട് ടൈപ്പ് വരുന്നുണ്ട്. ഒന്ന് ഡെൻസ് ആയിട്ടുള്ളതും വരുന്നുണ്ട്, ഒന്ന് പോറസ് ആയിട്ടുള്ളതും വരുന്നുണ്ട്. അപ്പൊ ഡെൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾ നടത്തിയത് ഡെൻസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വളരെ ക്ലോസ് ആയിട്ട് ഇരിക്കുക, അല്ലെ, വളരെ ക്ലോസ് ആയിട്ട് ഇരിക്കുന്നതിനകത്ത് എന്താണ്? ആ പോറോസിറ്റി കുറവായിരിക്കും, അല്ലെങ്കിൽ നോൺ പോറസ് ആയിരിക്കും, അല്ലെ. നിങ്ങൾ ആലോചിച്ച് ഇപ്പൊ ഒരു സ്പോഞ്ച് പോലത്തെ സാധനം തന്നെ, അത് നമ്മളിങ്ങനെ കംപ്രസ് ചെയ്ത് വെക്കുവാണെങ്കിൽ എന്താണ്? ഡെൻസ് ആണ്. ഓക്കെ. അപ്പൊ അതിനൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ പോർസ് കാണാൻ പറ്റുമോ? പറ്റില്ല, അത് നോൺ പോർസ് ആയിരിക്കും. ഇനി നിങ്ങൾ അതിനൊന്ന് വലിച്ചു നീട്ടുന്നു നോക്കിയിട്ട്, അല്ലെ, അതിനെ എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ അതിന്റെ പോറോസിറ്റി നമുക്ക് കാണാൻ പറ്റും, അതായത് ഡെൻസർ അല്ലാണ്ടായിട്ട് മാറും. അപ്പം പോളിമെറിക് മെംബ്രെയിൻസ് തന്നെ ഡെൻസും ഉണ്ട്, അല്ലെങ്കിൽ നോൺ പോറസും ഉണ്ട്, പോറസും ഉണ്ട്. അപ്പം ഡെൻസ് എന്ന് പറയുന്നത് എന്താണ്? അതിനകത്ത് ഫിസിക്കൽ പോർസ് നമുക്ക് കാണാൻ പറ്റില്ല. അവിടെ സെപ്പറേഷൻ നടക്കുന്നത് ത്രൂ ഡിഫ്യൂഷൻ പ്രോസസ് ആയിരിക്കും. കാര്യം പോർസ് ഇല്ലാത്തതുകൊണ്ട് ഡിഫ്യൂസ് ചെയ്തിട്ടായിരിക്കും അപ്പുറത്തേക്ക് എന്ത് ചെയ്യുന്നത്? സെപ്പറേഷൻ നടക്കണം. അപ്പൊ ഡിഫ്യൂഷൻ നടക്കണമെങ്കിൽ അത് ഏതിന്റെ കേസിലായിരിക്കണം? കൂടുതലും ഗ്യാസ് സെപ്പറേഷന്റെ കേസിലായിരിക്കണം, അല്ലെങ്കിൽ ഗ്യാസ് ഇൻവോൾവ് ആയിരിക്കണം. അപ്പം യൂസ്ഡ് ഇൻ റിവേഴ്സ് ഓസ്മോസിസ്, ഗ്യാസ് സെപ്പറേഷൻ, പെർവേപ്പറേഷൻ എന്നതിലൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഡെൻസ് നോൺ പോറസ് പോളിമെറിക് മെംബ്രെയിൻസ് യൂസ് ചെയ്യുന്നത്. ഇനി പോറസ് ടൈപ്പ് ഓഫ് പോളിമെറിക് മെംബ്രെയിൻ എന്തായിരിക്കും? അതിനകത്ത് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ പോറസ് ആണ്, കാര്യം ഇന്റർ കണക്റ്റഡ് പോർസ് ഉണ്ടായിരിക്കും. അത് മൈക്രോ ഫിൽട്രേഷനിലും അൾട്രാ ഫിൽട്രേഷനിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഇനി ഡെൻസ് മെംബ്രെയിൻസ് തന്നെ. ഓക്കെ. ഡെൻസ് മെംബ്രെയിൻ തന്നെ അസിമെട്രിക് ഉണ്ട്, കോമ്പോസിറ്റ് ഉണ്ട്, സിമെട്രിക് അല്ലെങ്കിൽ ഐസോട്രോപിക് ഉണ്ട്. ഓക്കെ. അസിമെട്രിക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അതായത് ഈ പറഞ്ഞ കണക്ക് ഇതിനൊരു സിമെട്രിക് ഉണ്ടായിരിക്കത്തില്ല, ഒരു സിമെട്രിസിറ്റി ഉണ്ടാകത്തില്ല. അപ്പം അതായത് മുകളിൽ ഒരു തിൻ ലെയർ ഉണ്ടായിരിക്കും, താഴേക്ക് വരുമ്പോഴത്തേക്ക് എന്താണ്? പല ടൈപ്പ് അല്ലെങ്കിൽ വലിപ്പമുള്ള പോർസ് അല്ലെങ്കിൽ കുറച്ച് കൊയേഴ്സ് ആയിട്ടുള്ള സ്ട്രക്ചർ. അപ്പം മുകളിൽ ചിലപ്പോൾ വളരെ തിന്നായിട്ടുള്ള പോറസ് സ്ട്രക്ചർ ആണെങ്കിൽ അകത്തോട്ട് വരുമ്പോൾ കുറച്ച് ബിഗർ പോറസ് സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുക. അതായത് അസിമെട്രിക് ആണ്. ത്രൂ ഔട്ട് ദ മെംബ്രെയിൻ സിമെട്രിക് ആയിരിക്കില്ല. അപ്പം തിൻ പേം സെലക്റ്റീവ് ലെയർ ആണ് പോറസ് സബ്സ്ട്രക്ചർ. അപ്പം ഒരു സബ്സ്ട്രക്ചർ, അടിയിലത്തെ ഒരു സബ്സ്ട്രക്ചർ പോറസും അതിന്റെ മുകളിൽ ഒരു തിന്നായിട്ടുള്ള പേം സെലക്റ്റീവ് ലെയറും ഉണ്ടായിരിക്കും. ഓക്കെ. ഇനി കോമ്പോസിറ്റ് എന്ന് പറയുമ്പോൾ തിൻ ലെയർ ആണ്, പക്ഷെ കോമ്പോസിറ്റ് ആണ്. അതായത് ആ ഒരു സപ്പോർട്ട് മേഡപ്പ് ഓഫ് ഡിഫറെന്റ് മെറ്റീരിയൽസ് ആണ്, അതുകൊണ്ടാണ് അതിനെ കോമ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇനി സിമെട്രിക് അല്ലെങ്കിൽ ഐസോട്രോപിക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഐസോടോണിക് എന്ന് വെച്ചാൽ ഒരേ ടോണിസിറ്റി ഉള്ള സൊല്യൂഷൻ, അല്ലെങ്കിൽ ഒരേ ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ ഉള്ള സൊല്യൂഷൻ. അപ്പം സിമെട്രിക് എന്ന് വെച്ചാൽ ഇവിടെ ഐസോട്രോപിക് ആണ്. അപ്പം ഈ ഒരു മെംബ്രെയിനകത്ത് എന്താണ്? യൂണിഫോം സ്ട്രക്ചർ ആയിരിക്കും, ത്രൂ ഔട്ട് ഒരേ ടൈപ്പ് ഓഫ് പോറോസിറ്റി ആയിരിക്കും, അല്ലെ. ഇതിനെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഫിൽറ്റേഴ്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഡെൻസ് മെംബ്രെയിൻസിൽ അസിമെട്രിക് ഉണ്ട്, കോമ്പോസിറ്റ് ഉണ്ട്, സിമെട്രിക് ഉണ്ട്. അസിമെട്രിക് എന്ന് പറയുമ്പോൾ എന്താണ്? ഇതാണ് നമ്മുടെ അസിമെട്രിക് മെംബ്രെയിൻസ്, സിമെട്രിക് മെംബ്രെയിൻസ്. അപ്പൊ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, അസിമെട്രിക് മെംബ്രെയിൻ എന്താണ്? മുകളിൽ ഒരു തിൻ പേം സെലക്റ്റീവ് മെംബ്രെയിൻ ഉണ്ട്, അതിന്റെ അടിയിൽ എന്താണ്? ഒരു സബ്സ്ട്രക്ചർ ആയിട്ട് ഒരു പോറസ് ലെയർ ഉണ്ടായിരിക്കും. ഓക്കെ. പോറസ് സ്കിൻ ലെയർ ഉണ്ടായിരിക്കും. ഇതാണ് അസിമെട്രിക് മെംബ്രെയിൻ. സിമെട്രിക് അല്ല. ഇനി സിമെട്രിക് മെംബ്രെയിനിൽ തന്നെ എന്താണ്? വളരെ പോറസ് ആയിട്ടുള്ളതുകൊണ്ട് ഡെൻസ് ആയിട്ടുള്ളതുകൊണ്ട്. പക്ഷെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഇത് യൂണിഫോം ത്രൂ ഔട്ട് ആയിരിക്കും, സിമെട്രിക് ആയിരിക്കും. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഐസോട്രോപിക് ആണെന്ന് പറയാൻ പറ്റും. ഇനി അടുത്ത മെംബ്രെയിൻ ആണ് കോമ്പോസിറ്റ്, അതായത് പല ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് കൊണ്ട് മേഡപ്പ് ഓഫ് ഉള്ളതായിരിക്കും നമ്മുടെ കോമ്പോസിറ്റ്. ഇത് വേണമെങ്കിൽ നമുക്കൊരു കോമ്പോസിറ്റ് മെംബ്രെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. അപ്പൊ ഇതാണ് ടൈപ്സ് ഓഫ് മെംബ്രെയിൻസിൽ വരുന്നത്.
ഇനി മൈക്രോ പോറസ് മെംബ്രെയിൻ ഉണ്ട്. മൈക്രോ പോറസ് മെംബ്രെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് മൈക്രോ പോറസ് എന്ന് വെച്ചാൽ പോർ സൈസ് അത്രയും ചെറുതായിരിക്കും. ലൈക്ക് എത്ര വരും, ഒരു 0.1 to 10 മൈക്രോൺ മീറ്റർ അല്ലെ. മൈക്രോൺ എന്ന് പറയുമ്പോഴത്തേക്ക് 10⁻⁻⁶ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 1/10⁻⁶ അത്രയും വരുന്ന, അത്രയും ഒന്നിനെ 10⁻⁶ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എത്ര സംഖ്യയാണോ അത്രയും വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള പോർ സ്ട്രക്ചർ ആയിരിക്കും. അപ്പൊ പോർ സൈസ് വന്നിട്ട് 0.1 to 10 മൈക്രോൺ ആയിരിക്കും. ഇത് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു, ഫോർ സെപ്പറേറ്റിംഗ് ഫൈൻ പാർട്ടിക്കിൾ, കൊളോയിഡ്സ്, സൊല്യൂട്ട്, അങ്ങനെ വളരെ ചെറിയ പാർട്ടിക്കിൾ സൈസ് ഉള്ളതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് മൈക്രോ പോറസ് മെംബ്രെയിൻ. ഇതിന്റെ ആപ്ലിക്കേഷൻ എന്താണ്, മൈക്രോ പോറസ് ആണ്, മൈക്രോ ഫിൽട്രേഷനാണ് ആപ്ലിക്കേഷൻ വരുന്നത്. ഓക്കെ, ഇനി ഇലക്ട്രിക്കലി ചാർജ്ഡ് മെംബ്രെയിൻസ് ഉണ്ട്. ഇലക്ട്രിക്കലി ചാർജ്ഡ് മെംബ്രെയിൻസ് പറയുമ്പോൾ ഇതിനകത്ത് ഒരു ഫിക്സഡ് അയോണിക് ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കും. മേ ബി SO3- പോലത്തെ നെഗറ്റീവ്ലി ചാർജ്ഡ് ഗ്രൂപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ NH3+ പോലത്തെ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ഗ്രൂപ്പ്സ് ആയിരിക്കും. അപ്പൊ ഈ ഇലക്ട്രിക്കലി ചാർജ്ഡ് മെംബ്രെയിൻസ് എങ്ങനത്തെ പാർട്ടിക്കിൾസിനെ അത് പാസ് ചെയ്യിക്കൂ, പർട്ടിക്കുലർലി ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ മാത്രമേ പാസ് ചെയ്യിക്കൂ. ഓക്കെ, അപ്പൊ ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ പാസ് ചെയ്യിക്കുന്നതിന്റെ ബേസിൽ ഇത് അഗെയിൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കാറ്റ് അയോൺ എക്സ്ചേഞ്ച് മെംബ്രെയിൻസ് എന്ന് വെച്ചാൽ എന്താണ്, കാറ്റ് അയോൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ് അല്ലെ. കാറ്റ് എന്ന് കേൾക്കുമ്പോൾ ആ T ഇല്ലേ, ആ T നമുക്ക് എന്താ ഒരു പ്ലസ് പോലെ ഇമാജിൻ ചെയ്തൂടെ. അതായത് കാറ്റ് അയോൺ എന്ന് വെച്ചാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആണ്. അപ്പം അങ്ങനത്തെ കാറ്റയോൺസിനെ കണ്ടക്ട് ചെയ്യുന്ന റെസിൻസിനെ നമ്മൾ എന്ത് പറയും, കാറ്റയോൺ എക്സ്ചേഞ്ച് മെംബ്രെയിൻസ് എന്ന് പറയും. റെസിൻസ് അല്ല, മെംബ്രെയിൻസ് എന്ന് പറയും. ഇനി ആനയോൺ അല്ലെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ്, അതാണ് ആനയോൺസ് എന്ന് പറയുന്നത്. ആനയോൺസിനെ കണ്ടക്ട് ചെയ്യുന്ന മെംബ്രെയിൻസിന് നമ്മൾ എന്ത് ചെയ്യും, ആനയോൺ എക്സ്ചേഞ്ച് മെംബ്രെയിൻസ് പറയും. ഇത് രണ്ടും ഏതിൽ വരുന്നതാണ്, ഇലക്ട്രിക്കലി ചാർജ്ഡ് മെംബ്രെയിൻസിനകത്ത് വരുന്നതാണ്. ഓക്കെ, ഇനി പ്രഷർ ഡ്രിവൺ പ്രോസസ്. ഓക്കെ, നമ്മൾ ഓൾറെഡി നമ്മുടെ ഫിൽട്രേഷനകത്ത് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഇവിടെ ഒന്നും കൂടെ നോക്കാം. മൈക്രോ ഫിൽട്രേഷൻ എന്താണ്, മൈക്രോ ഫിൽട്രേഷനകത്ത് പോർ സൈസ് 0.1 to 10 മൈക്രോൺ ആണെന്ന് പറഞ്ഞു അല്ലെ. ഇവിടെ നമ്മൾ കൊടുക്കുന്ന പ്രഷർ 100 PSI ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇവിടെ ഫോർ ദ ആപ്ലിക്കേഷൻ എന്താണ്, ഫോർ റിമൂവൽ ഓഫ് മൈക്രോ ഓർഗാനിസം, particulates from liquid or gas, for improving the clarity, color and taste of processed foods നൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, മൈക്രോ ഫിൽട്രേഷൻ എന്ന് പറയുന്ന പ്രഷർ ഡ്രിവൺ പ്രോസസ്സ് യൂസ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ മൈക്രോ ഫിൽട്രേഷൻ മെംബ്രെയിന്റെ ഒരു ഇമേജ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഫിൽട്രേഷൻ ടൈപ്പ് തന്നെ രണ്ട് ടൈപ്പ് ഓഫ് ഫിൽട്രേഷൻ ഉണ്ട്. ക്രോസ് ഫ്ലോ ഫിൽട്രേഷൻ ഉണ്ട്, ഡെഡ് എൻഡ് ഫിൽട്രേഷൻ ഉണ്ട്. ക്രോസ് ഫ്ലോ ഫിൽട്രേഷൻ ആണ് നോക്കിയിട്ട് ഡെഡ് എൻഡ് ഫിൽട്രേഷൻ എന്താണെന്ന് നോക്കാം. ഡെഡ് എൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു പോയിന്റിൽ നമ്മുടെ ആ ഒരു ഫിൽട്രേഷന് ഒരു ഡെഡ് എൻഡ് വരികയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും, അവിടെ പാർട്ടിക്കിൾ അക്യുമുലേഷൻ വരണം. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഡെഡ് എൻഡ് ഫിൽട്രേഷൻ ഒന്ന് നോക്കാം. അതായത് പ്രഷർ കൊടുക്കുന്ന അതേ ഡയറക്ഷനിൽ തന്നെ ഫ്ലോ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, പാർട്ടിക്കിൾ അക്യുമുലേഷൻ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇതിനെ പറയുന്നതാണ് ഡെഡ് എൻഡ് ഫിൽട്രേഷൻ. അതായത് ഇവിടെ കേക്ക് ഫോർമേഷൻ അല്ലെങ്കിൽ മെംബ്രെയിൻ ഫൗളിംഗ് ഒക്കെ ഉണ്ടാകും. ഇതിനെയാണ് നമ്മൾ ഡെഡ് എൻഡ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഫ്ലോ എങ്ങനെയാണ്, പെർപെൻഡിക്കുലർ ഫ്ലോ ടു ദ മെംബ്രെയിൻ ആണ് അല്ലെ. പ്രഷർ കൊടുക്കുന്ന അതേ ഡയറക്ഷനിൽ തന്നെയാണ് എന്ത്, നമ്മുടെ ആ ഒരു ഫീഡ് ഫ്ലോ ചെയ്യുന്നത്. അപ്പം ഇവിടെ പറയുമ്പോഴത്തേക്ക് പെർപെൻഡിക്കുലർ ടു ദ ഫ്ലോ ആണ് വരുന്നത്. ഓക്കെ, അപ്പം ഇത് ഡെഡ് എൻഡ് ഫിൽട്രേഷൻ എന്ന് പറയും. ഇനി ക്രോസ് ഫ്ലോ ഫിൽട്രേഷൻ എന്ന് പറയുന്നത് പ്രഷർ കൊടുക്കുന്നുണ്ട്, പക്ഷെ ഫ്ലോ എങ്ങനെയാണ്, പാരലൽ ആണ്. പാരലൽ, അതായത് മെംബ്രെയിൻ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഈ മെംബ്രെയിൻ പാരലായിട്ടാണ് ഫ്ലോ ചെയ്യുന്നത് എന്ന് പറയുമ്പം അവിടെ ഫൗളിംഗ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ പോലും റെഡ്യൂസ്ഡ് എമൗണ്ട് ഓഫ് ഫൗളിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ കേക്ക് ഫോർമേഷൻ ഒക്കെ വളരെ കുറവായിരിക്കും. അതാണ് ക്രോസ് ഫ്ലോ ഫിൽട്രേഷൻ. ഇവിടെ പ്രഷർ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും എന്താണ്, മെംബ്രെയിന് പാരലായിട്ടായിരിക്കും ഫ്ലോ, ക്രോസ് ഫ്ലോ പാരലായിട്ടായിരിക്കും ഫ്ലോ. അതാണ് ക്രോസ് ഫ്ലോ ഫിൽട്രേഷൻ. അവിടെ ഫൗളിംഗ് അല്ലെങ്കിൽ കേക്ക് ഫോർമേഷൻ ഒക്കെ കുറവായിരിക്കും. ഡെഡ് എൻഡ് ഫിൽട്രേഷനിൽ പ്രഷർ കൊടുക്കുന്നു അല്ലെങ്കിൽ മെംബ്രെയിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഫ്ലോ സംഭവിക്കുന്നത്. അവിടെ എന്താണ്, കേക്ക് ഫോർമേഷൻ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഫൗളിംഗ്, മെംബ്രെയിൻ ഫൗളിംഗ് കൂടുതലായിരിക്കും. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കുക. അടുത്തത് അൾട്രാ ഫിൽട്രേഷൻ, അടുത്ത പ്രഷർ ഡ്രിവൺ പ്രോസസ് ആണ്. ഇവിടെ വന്നിട്ട് പോർ സൈസ് 0.01 to 0.1 മൈക്രോൺ മീറ്റർ. അപ്പൊ നേരത്തെ അവിടെ 0.1 to 0.6 ആയിരുന്നു. അപ്പൊ ഇവിടെ അതിനേക്കാളും കുറവ്, 0.01 to 0.1 മൈക്രോൺ മീറ്റർ
പോർ സൈസ് ഉള്ളതായിരിക്കും. ആപ്ലിക്കേഷൻ എന്താണ്? റിമൂവൽ ഓഫ് മാക്രോ മോളിക്യൂൾസ്. ഓക്കെ, മാക്രോ മോളിക്യൂൾസ് അല്ലെങ്കിൽ ഓയിൽ വാട്ടറിന്റെ സെപ്പറേഷന്, പെയിന്റ് റിക്കവറിക്കൊക്കെ നമുക്ക് അൾട്രാ ഫിൽട്രേഷൻ യൂസ് ചെയ്യാം. ഈ അൾട്രാ ഫിൽട്രേഷന്റെ തന്നെ രണ്ട് കോൺഫിഗറേഷൻ വരുന്നുണ്ട്. ഒന്ന് റീസൈക്കിൾ കോൺഫിഗറേഷൻ വരുന്നത്, ഒന്ന് ടേപ്പേർഡ് കോൺഫിഗറേഷൻ വരുന്നത്. റീസൈക്കിൾ കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ റീസൈക്ലിംഗ് ചെയ്യുന്നുണ്ട്. ആരെയായിരിക്കും റീസൈക്കിൾ ചെയ്യുന്നത്? അതായത് അവിടെ നമ്മുടെ ആ ഒരു ഫിൽട്രേഷൻ കഴിഞ്ഞിട്ട് റിമൈൻ ചെയ്യുന്ന സബ്സ്റ്റൻസ്, അതായത് നമ്മൾ എന്ത് പറയുന്നു പറഞ്ഞു, റീറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ റീറ്റൻഡേറ്റ് എന്ന് പറയുന്നു. ഈ റീറ്റൻഡേറ്റിനെ വീണ്ടും നമ്മൾ റീസർക്കുലേറ്റ് ചെയ്യും. അതാണ് റീസൈക്കിൾ അൾട്രാ ഫിൽട്രേഷന്റെ കോൺഫിഗറേഷൻ. ഓക്കെ, അപ്പൊ ഇത് ഇംപ്രൂവ്സ് ദ കോൺസെൻട്രേഷൻ, റെഡ്യൂസസ് ഫൗളിംഗ്. ഓക്കെ, ഇനി ടേപ്പേർഡ് അൾട്രാ ഫിൽട്രേഷൻ കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ ആ ഒരു അൾട്രാ ഫിൽട്രേഷന്റെ ആ ഒരു ലെയറിൽ ടേപ്പറിംഗ് ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് ഇതിന്റെ ആ ഒരു ഫിൽട്രേഷന്റെ റേഞ്ച് അല്ലെങ്കിൽ ആ ഒരു പോർ സൈസ് എന്തായിരിക്കും അതിനകത്ത് വേരി ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് ഈസ് ടേപ്പേർഡ്. അഡ്ജസ്റ്റ് മെംബ്രെയിൻ ഏരിയ അക്കോർഡിംഗ് ടു ഫ്ലോ അനുസരിച്ചിട്ട് എന്തായിരിക്കും അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കും ആ ഒരു ഫ്ലോയിനകത്ത്, അതായത് ആ ഒരു പോർ സൈസ് അനുസരിച്ചിട്ട്. ഓക്കെ, അതാണ് ടേപ്പേർഡ് അൾട്രാ ഫിൽട്രേഷൻ. രണ്ട് ടൈപ്പ് ഓഫ് കോൺഫിഗറേഷൻ സീൻ ഇൻ അൾട്രാ ഫിൽട്രേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ആ ഒരു അൾട്രാ ഫിൽട്രേഷൻ ഒരു ഫിഗർ കാണിച്ചേക്കും. അപ്പൊ നിങ്ങളൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഇത് റോ വാട്ടർ ആണ് അല്ലെ. റോ വാട്ടറിൽ കുറെ ഇമ്പ്യൂരിറ്റീസ് നമുക്ക് കാണാൻ പറ്റും. യെല്ലോയും പിങ്കും വയലറ്റും ഒക്കെ എന്താണ്, അതെല്ലാം ഇമ്പ്യൂരിറ്റീസ് ആണ്. അതിന്റെ ആ ചെറിയ ബ്ലൂ ഡോട്ട്സ് പോലെ കാണുന്നതാണ് നമ്മുടെ വാട്ടർ മോളിക്യൂൾ. ഇത് സാൻഡ് ഫിൽട്രേഷൻ, അതായത് 10 മൈക്രോൺ മാത്രം പോർ സൈസ് ഉള്ള ഒരു സാൻഡ് ഫിൽട്രേഷനിലൂടെ പാസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്തു നിന്നുള്ള കുറച്ച് എമൗണ്ട് ഓഫ് എന്താണ് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ മാറി. എന്നാലും ഉണ്ട് അല്ലെ, കുറച്ച് സ്കാറ്റേർഡ് ആയിട്ടുണ്ട്. അതൊരു മൈക്രോ ഫിൽട്രേഷൻ, അതായത് 0.1 മൈക്രോൺ ഉള്ള ഒരു ഫിൽറ്ററിലൂടെ പാസ് ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം ഇമ്പ്യൂരിറ്റീസ് ഒക്കെ മാറി, എന്നാലും കുറച്ചുണ്ട്. എഗെയിൻ അത് ഫൈനലി ഒരു അൾട്രാ ഫിൽട്രേഷൻ അല്ലെങ്കിൽ 0.02 മൈക്രോൺ സൈസ്, അത്രയും ചെറിയ മൈക്രോൺ സൈസ് ഉള്ളതിലൂടെ പാസ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ഇമ്പ്യൂരിറ്റീസ് മാറി അല്ലെ. ഓൾമോസ്റ്റ് ഒരു 99% ഇമ്പ്യൂരിറ്റീസ് മാറിയിട്ട് നമുക്ക് എന്ത് കിട്ടും? അൾട്രാ ഫിൽറ്റേർഡ് ആയിട്ടുള്ള വാട്ടർ. ഓക്കെ, അൾട്രാ ഫിൽട്രേഷൻ ഒരു ഇമേജ് കാണിച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അടുത്തത് റിവേഴ്സ് ഓസ്മോസിസ്. ഇത് നമ്മൾ പഠിച്ചാണ്. എന്താണ്? അതായത് നമ്മുടെ യൂഷ്വലി എങ്ങനെയാണ് ഒരു ഹൈ സൊല്യൂട്ട് അല്ലെങ്കിൽ ഹൈ ഷുഗർ അല്ലെങ്കിൽ സോൾട്ട് കോൺസെൻട്രേഷൻ ഉണ്ട്. അപ്പൊ ഹൈ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ഉള്ള ഒരിടത്തേക്ക് നമ്മുടെ സോൾവെന്റ് അല്ലെങ്കിൽ നമുക്കിപ്പോ ലിക്വിഡ് എന്ത് ചെയ്യുന്നു? ഒഴുകിപ്പോകും. അതാണ് നോർമലി ഉള്ള ഓസ്മോസിസ്. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നു? നമ്മളത് തിരിച്ചു ജയിക്കുന്നു. തിരിച്ചു ജയിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ഉള്ള ഒരു സ്ഥലത്തുനിന്ന് സോൾവെന്റ് എന്ത് ചെയ്യുന്നു? ലോ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ഉള്ള ഒരിടത്തേക്ക് വരികയാണ്. അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് പ്രഷർ. പ്രഷർ എന്തായിരിക്കണം? പ്രഷർ ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടുതലായിരിക്കണം. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ സോൾട്ട് വാട്ടർ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിപ്പോ കണ്ടാമിനേറ്റഡ് വാട്ടർ ആണെന്ന് വിചാരിക്കാം. അപ്പൊ കണ്ടാമിനേറ്റഡ് വാട്ടറിനകത്ത് എന്താണ്? സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പൊ നോർമലി എന്ത് സംഭവിക്കണം? നല്ല വാട്ടർ ഈ ഒരു സൊല്യൂട്ട് കോൺസെൻട്രേഷൻ പോകണം. പക്ഷെ നമ്മൾ ഇവിടെ പ്രഷർ കൊടുക്കുന്നുണ്ട്. പ്രഷർ ഈസ് ഗ്രേറ്റർ ദാൻ ദ ഓസ്മോട്ടിക് പ്രഷർ. അപ്പം എന്ത് സംഭവിക്കും? ഇവിടെ നിന്നുള്ള വാട്ടറും കൂടി അല്ലെങ്കിൽ സോൾവെന്റും കൂടി എന്ത് ചെയ്യും? ഈ ഒരു ലോ സൊല്യൂട്ട് കോൺസെൻട്രേഷനിലേക്ക് പോകും. അതായത് വാട്ടറിന്റെ പ്യൂരിഫിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഓക്കെ, അപ്പം സോൾവെന്റ് ഫ്ലോസ് ഫ്രം എ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ടു പുവർ വാട്ടർ അണ്ടർ അപ്ലൈഡ് പ്രഷർ. പ്രഷർ എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓസ്മോട്ടിക് പ്രഷർ ആയിരിക്കണം. ഇതിന്റെ യൂസസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഡീസലൈനേഷൻ ഓഫ് ബ്രാക്കിഷ് ഓർ സീ വാട്ടർ. അപ്പൊ ഇവിടെ കൊടുത്തേക്കുന്ന ആ ഒരു ഫോട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡീസലൈനേഷൻ ഓഫ് ബ്രാക്കിഷ് ഓർ സീ വാട്ടർ ആണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഈ ഫോട്ടോ കണ്ടതിന് അറിയാൻ പറ്റും. ഇവിടെ നമ്മൾ ആ ഒരു റിവേഴ്സ് ഓസ്മോസിസ് വഴി എന്താണ്? സോൾട്ട് മോളിക്യൂൾസിനെ എല്ലാം ഇവിടെ റീറ്റെയിൻ ചെയ്തുകൊണ്ട് നല്ല വാട്ടർ മാത്രം ഇപ്പുറത്തേക്ക് വന്നു. ഫ്രഷ് വാട്ടർ നമുക്ക് ഇവിടെ കളക്റ്റഡ് ആയി. ഓക്കെ, ഇനി അടുത്തതാണ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഡ്രിവൻ പ്രോസസ്. ഓക്കെ, അപ്പൊ ഇവിടെ കോൺസെൻട്രേഷനിലുള്ള വ്യത്യാസം വെച്ചിട്ടായിരിക്കും ഈ ഒരു മെംബ്രെയിൻ സെപ്പറേഷൻ നടക്കുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് പെർ വേപ്പറേഷൻ. അപ്പൊ പെർ വേപ്പറേഷൻ എന്ന് പറയുന്ന പേരിൽ തന്നെ ഉണ്ട് എന്തൊക്കെയുണ്ട്? പെർമിയേഷനും നടക്കുന്നുണ്ട്, വേപ്പറൈസേഷനും നടക്കുന്നുണ്ട്. ഇത് രണ്ടും ഒരു കമ്പൈൻ ചെയ്തിട്ട് വരുന്ന പ്രോസസ് ആണ് പെർ വേപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ടാർഗറ്റ് കമ്പോണന്റ് ഡിസോൾവ്സ്, ഡിഫ്യൂസസ് ടു ദ മെംബ്രെയിൻ, വേപ്പറൈസസ് അണ്ടർ വാട്ടറിന്റെ അണ്ടറിൽ എന്ത് ചെയ്യുന്നു? ഇത് വേപ്പറൈസ് ചെയ്യുന്നു. ആൻഡ് യൂസ്ഡ് ഫോർ അബ്സല്യൂട്ട് ആൽക്കഹോൾ പ്രൊഡക്ഷൻ അല്ലെ. അബ്സല്യൂട്ട് ആൽക്കഹോളിന്റെ പ്രൊഡക്ഷന് യൂസ് ചെയ്യുന്നു. ആൻഡ് സോൾവെന്റ് ഡീഹൈഡ്രേഷൻ. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്ക് വേണ്ട കമ്പോണന്റ് ആദ്യമേ നമ്മൾ ഡിസോൾവ് ചെയ്യിക്കും. ഡിസോൾവ് ചെയ്തിട്ട് നമ്മളത് മെംബ്രെയിനിലൂടെ ഡിഫ്യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു? അപ്പുറത്തെത്തുമ്പോൾ അതിനെ വേപ്പറൈസ് ചെയ്തിട്ട് വാണ്ടർ വാക്കും വേപ്പറൈസ് ചെയ്തെടുക്കുകയാണ്. അപ്പം ഇവിടെ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ പെർമിയേഷൻ ഉണ്ടോ? ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേപ്പറൈസേഷൻ ഇൻവോൾവ് ആണ്. ഓക്കെ,
ഇത് അബ്സല്യൂട്ട് ആൽക്കഹോൾ പ്രൊഡക്ഷൻ. ഇപ്പൊ അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ആൽക്കഹോളിനകത്ത് എത്രത്തോളം വാട്ടർ കണ്ടന്റ് കുറച്ചുകൊണ്ട് ആൽക്കഹോൾ കണ്ടന്റ് കൂട്ടാനുള്ള ഒരു പ്രോസസ്സാണ്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ അബ്സല്യൂട്ട് ആൽക്കഹോൾ കണ്ടെയ്നിങ് ആയിട്ടുള്ള സംഭവം നമ്മൾ ആ ഒരു മെംബ്രെയിൻ സെപ്പറേഷൻ കൊണ്ടുവന്ന് അപ്പുറത്തെത്തുമ്പോൾ എന്ത് ചെയ്യുന്നു, അത് അണ്ടർ വാക്യൂം ഇതിനെ വേപ്പറൈസേഷൻ ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യാണ്. ഓക്കെ, അതുപോലെ സോൾവെന്റ് ഡീഹൈഡ്രേഷൻ. ലിമിറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ലോ ഫ്ലക്സ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പെർമിനേറ്റ് എമൗണ്ട് കുറവായിരിക്കും. ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് സ്യൂട്ടബിൾ മെംബ്രെയിൻ. പെർ വേപ്പറേഷൻ ചെയ്യാൻ പറ്റിയ സ്യൂട്ടബിൾ ആയിട്ടുള്ള മെംബ്രെയിൻസ് ലിമിറ്റഡ് അല്ലെങ്കിൽ അവൈലബിലിറ്റി കുറവായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഡയാലിസിസ്. ഡയാലിസിസ് നമുക്കറിയാം, നമ്മുടെ ഹ്യൂമൻസിന്റെ ബോഡിയിൽ പറയുന്നത് കിഡ്നീസ് ആണ്, അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡിയിലല്ല, ആനിമൽ ബോഡിയിൽ കിഡ്നീസ് ആണ് നമ്മുടെ ബോഡിയിലുള്ള വേസ്റ്റ് പ്രോഡക്ട്സിനെ റിമൂവ് ചെയ്യുന്നത്, ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ ഈ കിഡ്നി പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാണ്ട് വരുന്ന ഒരു അവസ്ഥയിൽ എന്ത് സംഭവിക്കും, നമ്മുടെ ബോഡിയിലുള്ള ഈ കാര്യങ്ങൾ ഇലക്ട്രോലൈറ്റ് ഫ്ലൂയിഡ് ബാലൻസ് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാകും. അപ്പം ഈ ഡയാലിസിസ് ഇസ് എ പ്രൊസീജിയർ that cleans the body when the kidneys cannot do it properly, removing waste, excess fluid and electrolytes. Okay, ഇതൊരു ടൈപ്പ് ഓഫ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പിയാണ്. എന്ന് വെച്ചാൽ എന്താണ്, കിഡ്നിക്ക് പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ കഴിയുമ്പോൾ ഒരു റീപ്ലേസ്മെന്റ് പോലത്തെ ഒരു തെറാപ്പിയാണ്, ഒരു ട്രീറ്റ്മെന്റ് ആണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ സെപ്പറേഷൻ ഈസ് ബേസ്ഡ് ഓൺ സൈസ് ആൻഡ് ചാർജ്. അതായത് പാർട്ടിക്കിൾസിന്റെ സൈസിന്റെയും ചാർജിന്റെയും ബേസിലാണ് സെപ്പറേഷൻ നടക്കുന്നത്. സ്മോൾ മോളിക്യൂൾസ് പാസ് ത്രൂ ദ മെംബ്രെയിൻ ആൻഡ് ലാർജർ ആർ റീറ്റെയിൻഡ്. ഓക്കെ, പ്രോട്ടീൻ പ്യൂരിഫിക്കേഷൻ, ബഫർ എക്സ്ചേഞ്ച് പോലത്തെ പ്രോസസ്സിനും എന്ത് യൂസ് ചെയ്യാറുണ്ട്, ഡയാലിസിസ് യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ ഈ ഡയാലിസിസിന്റെ ഒരു ബിഗിനിങ് ആണ്. അപ്പൊ ഇതൊരു ഡയലൈസിങ് മെഷീനിലൂടെ പാസ് ചെയ്യില്ല. അപ്പം ഇതിനകത്ത് അല്ലെങ്കിൽ ആ ഒരു എല്ലാ സാധനങ്ങളും ഇക്വിലിബ്രിയത്തിൽ എത്തുന്ന സമയം, അതാണ് അതിന്റെ ഒരു എൻഡ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ ഡയാലിസിസിന്റെ ഒരു സാമ്പിൾ ഇമേജ് കാണിച്ചിരിക്കാൻ ഇവിടെ. ഓക്കെ, ഇനി അടുത്തത് ഇലക്ട്രോ ഡയാലിസിസ് എന്താണ്, അതൊരു ഇലക്ട്രോ കെമിക്കൽ സെപ്പറേഷൻ ആണ്. ഓക്കെ, ദാറ്റ് യൂസസ് ഇലക്ട്രിക്കലി ചാർജ്ഡ് മെംബ്രെയിൻസ് ആൻഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പം ഇലക്ട്രിക്കലി ആ മെംബ്രെയിൻസ് എന്തായിരിക്കും, ഇലക്ട്രിക്കലി ചാർജ്ഡ് ആയിരിക്കും. ആൻഡ് ആൻ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെപ്പറേറ്റ് അയോണിക് സ്പീഷീസ് ഫ്രം ആൻ അക്വസ് സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ അവിടെ ഒരു ചാർജിന്റെ ബേസിലാണ് എന്ത് സെപ്പറേഷൻ നടക്കുന്നത്. നമ്മൾ നേരത്തെ കാറ്റയോൺ എക്സ്ചേഞ്ച് മെംബ്രെയിൻസ്, ആനിയോൺ എക്സ്ചേഞ്ച് മെംബ്രെയിൻസ് എന്നൊക്കെ പറഞ്ഞില്ലേ, അവിടെ എന്താണ് ആ ഒരു പെർട്ടിക്കുലർ ചാർജിന്റെ ബേസ് അല്ലെങ്കിൽ ചാർജ്ഡ് പാർട്ടിക്കിൾസിനായിരിക്കും അത് അവിടെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇറ്റ് യൂസസ് ആൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ടു ഡ്രൈവ് അയോൺസ് അക്രോസ് സെലക്ടീവ് അയൺ എക്സ്ചേഞ്ച് മെംബ്രെയിൻസ്, ഇഫക്റ്റീവ് ഇൻ വാട്ടർ ഡീസലൈനേഷൻ ആൻഡ് സോൾട്ട് റിമൂവൽ. ഓക്കെ, അപ്പം ഈ വാട്ടറിനകത്തുനിന്ന് നമുക്ക് സോൾട്ടിനെയൊക്കെ റിമൂവ് ചെയ്യും. അപ്പൊ സോഡിയം ക്ലോറൈഡ് ആണ് പ്രസന്റ് ആണെന്ന് വരിക്കും. ഓക്കെ, അപ്പം സോഡിയം എന്ന് പറയുന്ന ഒരു കാറ്റയോണും Na+, Cl- എന്ന് പറഞ്ഞ ക്ലോറൈൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ആനയോണുമാണ്. അപ്പം നമുക്ക് ഇങ്ങനെ ഇലക്ട്രോ ഡയാലിസിസ് വെച്ചിട്ട് ഈ ചാർജ്ഡ് മെംബ്രെയിൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് നിന്നുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ ആ സോൾട്ടിനെ റിമൂവ് ചെയ്ത് ആ വാട്ടറിന്റെ പ്യൂരിഫിക്കേഷൻ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് അല്ലെങ്കിൽ ഒരു ഇമേജ് ആണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മുടെ പ്യുവർ വാട്ടർ ആണ് വന്നേക്കുന്നത്. ഓക്കെ, പ്യുവർ വാട്ടർ വന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഇതൊരു കാറ്റയോൺ ട്രാൻസ്ഫർ മെംബ്രെയിൻ ആണ്. ഓക്കെ, ഇവിടെ കൂടുതലായിട്ട് അത് ആരെയായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്, അത് നമ്മുടെ കാറ്റയോൺ അല്ലെങ്കിൽ പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള സോഡിയം അയോൺസിനാണ് ചാർജ് ചെയ്യുന്നത്. അത് ഈ കാഥോഡിലേക്ക് വരും. ഓക്കെ, ഇനി ഇവിടെ വരുന്ന എന്താണ്, ആനയോൺ ട്രാൻസ്ഫർ മെംബ്രെയിൻ ആണ്. അതായത് ഇത് ആനയോൺസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ക്ലോറൈഡ് അയോൺസിനാണ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതെന്ത് സംഭവിക്കും, ഈ ഒരു ആനോഡിലേക്ക് വന്ന് അറ്റാച്ച്ഡ് ആവും. അപ്പൊ ഇവിടെ നമുക്ക് റിമൈനിങ് ആയിട്ടുള്ള എന്താണ്, ആ ഒരു പ്യുവർ ആയിട്ടുള്ള വാട്ടർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു ഇലക്ട്രോ ഡയാലിസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനകത്ത് ഇൻവോൾവ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് മെംബ്രെയിൻ സെപ്പറേഷൻ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക.